നമ്മുടെ കളർ കോഴിക്കുട്ടികളില്ലേ അതിന് 5 രൂപ അങ്ങനെയൊക്കെ വിൽക്കും. എനിക്കാണെങ്കിൽ കോഴിക്കുട്ടികൾ കഴുത്ത് തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാത്റൂമിന്റെ ബേക്കിലെ കൂട്ടിട്ട് അപ്പൊ എടുക്കുന്നത് എല്ലോ. ഈ വ്യക്തി പറയുന്നത് സത്യമാണെങ്കിൽ ഇതിൽ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ്. മറിച്ച് ഇവിടെ ഒരു സീരിയസ് സൈക്കോളജിക്കൽ കണ്ടീഷനാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തി കോഴിക്കുഞ്ഞുങ്ങളെ തലയൊടിച്ച് അതിൽ നിന്ന് കിടുക്ക് എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ വളരെയധികം ആനന്ദം കൊള്ളുന്നു. ഇതൊരു സാഡിസ്റ്റിക് ടെൻഡൻസിയാണ്. അതായത് മറ്റൊരു ജീവിയെ വേദനിപ്പിച്ചുകൊണ്ട് അതിനെ കൊന്നുകൊണ്ട് ഒരു പ്ലഷർ കണ്ടെത്തുന്ന അവസ്ഥ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. ഇതിന് പല കാരണങ്ങളും ഉണ്ടാകാം. പാസ്റ്റ് ട്രോമ, അബ്യൂസ്, അതുപോലെ തന്നെ 18 വയസ്സിന് മുമ്പാണ് ഇത്തരം പ്രവൃത്തികളിൽ ഇവർ ഏർപ്പെട്ടതെങ്കിൽ അത് കണ്ടക്ട് ഡിസോർഡർ ആണ്. 18 വയസ്സിന് ശേഷമാണ് ഇത്തരം ബിഹേവിയറുകൾ കാണിക്കുന്നതെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ പരിണമിച്ച് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകും. അല്ലെങ്കിൽ ഇതൊരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ ആകാം. ഇങ്ങനെ തുടങ്ങി മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പല രീതിക്കുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരം വ്യക്തികൾ എത്രയും വേഗം ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഈ വ്യക്തിക്ക് ഇത്തരം ടെൻഡൻസീസ് ഇല്ല എങ്കിലും ഒരു സൈക്കോളജിക്കൽ കെയർ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അൺറിസോൾവ് ആയിട്ടുള്ള പല മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഇപ്പോഴും ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനെ പ്രോപ്പർ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ റിസോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ മറ്റ് ജീവികളെ ഉപദ്രവിച്ചുകൊണ്ട് അതിനെ കൊന്നുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാർ എത്രയും വേഗം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്.